നിജേഷ് അരവിന്ദ്, ഇപ്പോൾ EN സുരേഷ് ബാബു പാലക്കാട് CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി ഇപ്പോൾ 7 മണിക്ക് വാർത്താ സമ്മേളനം നടത്തി. ഈ പോളിംഗ് കഴിഞ്ഞ് ഔദ്യോഗികമായി കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്, പക്ഷേ പലയിടത്തും പോളിംഗ് കഴിഞ്ഞത് തന്നെ 7 മണി അടുപ്പിച്ചാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ ഉടനെ തന്നെ ഇത്ര ആത്മവിശ്വാസത്തോടുകൂടി CPM-ൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ ഒരു വാർത്താ സമ്മേളനം വരുന്നു. സ്ഥാനാർത്ഥി ഈ രീതിയിൽ പ്രതികരിക്കുന്നു, വിജയം ഉറപ്പാണ് എന്നുള്ള രീതിയിൽ തന്നെ പ്രതികരിക്കുന്നുണ്ട്. ഇതൊക്കെ മറ്റ് ക്യാമ്പുകളിലും ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ നമ്മൾ അതൊക്കെ ബോഡി ലാംഗ്വേജ് ഒക്കെ ശ്രദ്ധിക്കുമല്ലോ. UDF-ൻ്റെ സ്ഥാനാർത്ഥിയുടെ അത്തരത്തിലൊരു പ്രതികരണം ഇതുവരെ കണ്ടില്ല. DCC അധ്യക്ഷൻ ശ്രീ തങ്കപ്പൻ്റെ ഒരു വാർത്താ സമ്മേളനം എൻ്റെ കണ്ണിൽ പെടാതെ പോയതാണോ എന്നറിയില്ല, അങ്ങനെയൊന്നും വന്നിട്ടില്ല. എന്താണ് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് മത്സരത്തിൻ്റെ ഫലത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷ ഇപ്പോൾ? ഇപ്പോൾ അല്ല, ഞങ്ങൾക്ക് എപ്പോഴും ഒറ്റ പ്രതീക്ഷയുള്ളൂ. പാലക്കാട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഉറച്ച കോട്ടയാണ്. ഈ ഉപതെരഞ്ഞെടുപ്പ് അത് ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കും. അതിനപ്പുറത്തും ഇപ്പുറത്തും ഒന്നും പറയാനില്ല. പിന്നെ 7 മണിക്ക് പത്രസമ്മേളനം നടത്തി, 6 മണിക്ക് പത്രസമ്മേളനം നടത്തി, അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ K. സുരേന്ദ്രൻ്റെ പ്രസ്താവന വന്നു, എന്തോ പാലക്കാട് ഞങ്ങൾ പിടിക്കുന്നു. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പറഞ്ഞത് 50 സീറ്റ് ഞങ്ങൾക്കായിരിക്കും, ബാക്കിയുള്ളതൊക്കെ ഞങ്ങളാണ് തീരുമാനിക്കുക എന്ന്. അപ്പോൾ അതിനപ്പുറത്തേക്കൊന്നും ഞങ്ങളിതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. പിന്നെ നിങ്ങൾ ഈ സരീൻ എന്ന് പറയുന്നു. ഞങ്ങളറിയാത്തൊരു സരീനൊന്നും മിസ്റ്റർ പ്രേംകുമാർ നിങ്ങളറിയില്ലല്ലോ. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസമായി സരീൻ എന്ന് പറയുമ്പോൾ മിണ്ടാതിരുന്നത് ഒരു സ്ഥാനാർത്ഥിയെ അധിക്ഷേപിക്കരുത് എന്ന് കരുതിയിട്ടാണ്. എന്ത് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമാണ് ശ്രീ പ്രേംകുമാർ നിങ്ങൾ പറഞ്ഞത്? എന്താ നാട്ടിലെ MBBS ഉന്നത വിദ്യാഭ്യാസം? വെറുതെ എന്തെങ്കിലും പറയില്ലേ? നിങ്ങളുടെ ഒറ്റപ്പാലത്തെ കോൺസ്റ്റിറ്റ്യൻസിക്കകത്ത് ഓരോ പഞ്ചായത്തിലെടുത്താൽ ഒരു വാർഡിനകത്ത് നിങ്ങൾക്ക് MBBS-കാരെ കാണാം. MBBS ഒരു മഹായോഗ്യതയാണ് എന്ന് CPM ഒന്നും വിചാരിക്കല്ലേ. MBBS കഴിഞ്ഞിട്ട് 4 രോഗികളെ നോക്കിയിട്ടുണ്ടെങ്കിൽ ചികിത്സിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. ദയവ് ചെയ്ത് അത് ആ തരം പറയരുത്. ഞങ്ങൾക്കൊന്നും അറിയുന്നത് ശരിയാണല്ലോ. അല്ല, 4 MBBS-കാർ കൂടുതലുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയ MBBS-കാരനെ മറ്റേ സർജറി റൂമിൽ നിന്ന് എടുത്തു കൊണ്ടുവന്നിട്ടല്ലേ തൃക്കാക്കര മത്സരിപ്പിച്ചത്? ജനങ്ങൾക്ക് വേണ്ടത് സർജറി എടുക്കുന്ന കൈയല്ല, സ്റ്റെതസ്കോപ്പും അല്ല. ജനങ്ങൾക്ക് വേണ്ടത് ജനസേവനം അറിയുന്ന ആളുകളാ, ഉറച്ച നിലപാടുള്ള ആളുകളാ. ഒരു നിലപാടുമില്ലാത്ത, വിദ്യാർത്ഥി രാഷ്ട്രീയ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടില്ലാത്ത, യുവജന രാഷ്ട്രീയത്തിൽ എത്തിയപ്പോഴേക്കും 2ാമത്തെ പാർട്ടിയിലേക്ക് മാറിയ ഒരാളെ വിശ്വസിക്കുമെന്ന് CPM വിചാരിച്ചാൽ CPM എവിടെ ഏത് മൂഢലോകത്താണ് ഉള്ളത് എന്നാ ഞങ്ങൾ കഴിഞ്ഞ 10-20 ദിവസം പറയാതിരുന്നത് സ്ഥാനാർത്ഥിയെ അധിക്ഷേപിക്കരുത് എന്ന് കരുതിയിട്ടാ. ഞങ്ങളുടെ പാർട്ടിയിലേക്ക് അദ്ദേഹം പറഞ്ഞതാ MBBS കഴിഞ്ഞു. അല്ല, ഞങ്ങൾ പിടിച്ച് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നു, ഞങ്ങൾ സ്വീകരിച്ചു, നേരെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയോ? ഞാൻ അല്ല, നിങ്ങൾക്ക് പാലക്കാട്ട് സ്ഥാനാർത്ഥി ഉണ്ടോ? പാലക്കാട്ട് ഒരു അരിവാൾ ചുറ്റി നക്ഷത്രത്തിൽ ഒരാളെ മത്സരിപ്പിക്കാനുണ്ടോ? അടുക്കും ചിട്ടയുമായ പ്രവർത്തനം, കൃത്യമായ പ്രവർത്തനം. ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനില്ലാത്ത രാഷ്ട്രീയ പാർട്ടി ഇവിടെ വന്ന് അടുക്കും ചിട്ടയും പറയുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കുറെ ആളുകളെ പിടിച്ച് ബൂത്തില്ലാത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, ജനങ്ങൾ അതൊക്കെ നോക്കി ഇപ്പോൾ വോട്ടും ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതിനകത്ത് സരിൻ ജയിക്കുന്നതിന് കാരണം എന്താണെന്ന് K. പ്രേംകുമാർ CPM വിലയിരുത്തുന്നതാണ് അവർ പറഞ്ഞത്. നിങ്ങൾ അതിനെ വിമർശിക്കുന്നതിന് പകരം നിങ്ങൾ ജയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടാണോ, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാടിന്റെ ഉറപ്പ് കൊണ്ടാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയുടെ ഉറപ്പ് കൊണ്ടാണോ, നിങ്ങളുടെ സംഘടനാ ബലം കൊണ്ടാണോ, എന്തുകൊണ്ടാണെന്ന് പറയൂ. നിങ്ങൾ അതല്ലേ പറയേണ്ടത്. എൻ്റെ ലാലെ, ജൂൺ മാസം 3-ാം തീയതി വൈകുന്നേരം ഞാൻ ചർച്ചയ്ക്ക് വന്നത് ഇതേ ചാനലിൽ കൈരളി ചാനൽ എടുത്തു നോക്കാം, നമ്മൾ ആർക്കൈവ്സിലുണ്ടാവുമല്ലോ. അന്ന് നിങ്ങൾ പറഞ്ഞത് വടകരയായിരുന്നു, ശൈല ടീച്ചർ ജയിച്ചു കയറുമെന്ന്. അന്ന് ഞാൻ ഈ ഫ്ലോറിൽ നിന്ന് പറഞ്ഞത് 1,00,000-ലധികം വോട്ടുകൾക്ക് ഷാഫി ജയിക്കുമെന്നായിരുന്നു. 3-ാം തീയതി വൈകുന്നേരം 8 മണിയിൽ ശരത്ത് നയിച്ച ചർച്ച എടുത്തു നോക്ക്. ആത്മവിശ്വാസം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾ അന്ന് ഇറങ്ങിപ്പോയപ്പോൾ കൈരളി ചാനൽ ആളുകൾ പറഞ്ഞല്ല കുറച്ച് വോട്ടിനെങ്കിലും ടീച്ചർ ജയിക്കൂലെന്നാ. നിങ്ങൾക്ക് നിങ്ങളുടെ നേതാക്കന്മാർക്ക് ജനങ്ങളെ മനസ്സിലാക്കുന്ന ശേഷി അല്ല. അക്കാര്യത്തെ കുറിച്ച് സരിനൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഷാനിബൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ ഡീല് നേരത്തെ ഉറപ്പിച്ചതാണ്. വടകരയിൽ നിങ്ങൾക്ക് ഇത്രയും ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നീട് തൃശ്ശൂർ നിങ്ങൾക്ക് ഈ മറ്റൊരു ഡീലാണ്. ഇപ്പോൾ പാലക്കാട്ടെ ഡീലാണ് ഇപ്പോൾ ഇവിടെ വർക്ക് ആകാതെ പോയത് എന്നാണ് നേരത്തെ K. പ്രേംകുമാർ പറഞ്ഞത്. അല്ല എൻ്റെ ലാലെ, ഷാനിബ് നിങ്ങൾക്ക് എത്ര വലിയ നേതാവാണ് വന്നു ചേർന്നത്? ഞാൻ ലളിതമായി ചോദിക്കട്ടെ, ലാലിന് എന്തായാലും രാഷ്ട്രീയം അറിയാത്ത ആളല്ലല്ലോ. വടകരയിൽ BJP-യുടെ വോട്ട് കൂടിയതോ കുറഞ്ഞതോ?
വടകരയിൽ പ്രഫുല്ലിന് BJP വോട്ട് കൂടിയതോ കുറഞ്ഞോ? ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. അല്ല, അതല്ല എൻ്റെ അടുത്തല്ലല്ലോ ചോദ്യം. ഇപ്പൊ ആ കാര്യമല്ലല്ലോ നമ്മുടെ മുമ്പിലുള്ളത്. എന്റെ ചോദ്യം പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും പറയാനാകുന്നില്ലേ? വോട്ട് നിങ്ങൾക്ക് വേണോ വേണ്ടോ എന്ന് പറയാൻ പറ്റാത്തതുപോലെയാണോ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുന്നില്ലേ ഈ നിമിഷത്തിലും? എൻ്റെ ലാല്, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ലേ, UDFന്റെ പൊന്നാപുരം കോട്ടയാണ് പാലക്കാട്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലായിട്ട് ഞങ്ങൾക്ക് കൃത്യമായ ഭൂരിപക്ഷമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പാലക്കാട്ട് സംഘടനാ സംവിധാനമില്ല, പ്രവർത്തകരില്ല, അണികളില്ല, അനുഭാവികളില്ല. ഉള്ള ആളുകളൊക്കെ നേരത്തെ BJP ആയിപ്പോയി. നിങ്ങൾക്ക് ആകെ ഒരു നിങ്ങളുടെ സംഘടനാ സംവിധാനത്തിന്റെ ബലം ഇന്നിപ്പോൾ സുരേഷ് ബാബു പറയുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ സംഘടനാ സംവിധാനത്തിന്റെ ബലം കൊണ്ട് പല ബൂത്തുകളിലും ഉച്ചയ്ക്ക് ശേഷം ഇരിക്കാൻ ആളുണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. ആ കണക്കൊക്കെ വന്നോട്ടെന്നേ. ഞങ്ങൾക്ക് ഇരിക്കാൻ ആളുണ്ടോ, ഞങ്ങളുടെ സംഘടനാ സംവിധാനം, ഞങ്ങൾ എത്ര വോട്ട് ചേർത്തിയെന്നൊക്കെ ജൂൺ മാസം അവസാനം മുതൽ അവിടെ നിരന്തരമായി പോയിക്കൊണ്ടിരിക്കുന്ന സംഘടനാ ചാർജുള്ള എനിക്കറിയാം. ജൂൺ മാസത്തിലെ 25-ാം തീയതി മുതൽ ഞങ്ങൾ എന്തൊക്കെ പണിയെടുത്തു എന്നുള്ളത് ഞങ്ങൾക്കറിയാം. നിങ്ങളെ ഭാഗത്ത് കണ്ടിട്ടില്ല, വോട്ട് ചേർക്കാൻ നിങ്ങളെ കണ്ടിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയെ കിട്ടിയില്ല, അവസാനം ഒരു സരിനെ കിട്ടിയപ്പോൾ അദ്ദേഹം എന്തോ മഹാസംഭവമാണ് എന്ന രീതിയിൽ അവതരിപ്പിച്ചു. ഇന്നലെ വരെ ഞങ്ങൾ അദ്ദേഹത്തെ പറ്റി പറയാഞ്ഞിട്ടാ 70% അടുപ്പിച്ച് പോളിംഗ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഈ പോളിംഗിൽ ഇപ്പോൾ ഒരു കുറവാണ് ഉണ്ടായിരിക്കുന്നത്. 2021 കുറവാണ് കാര്യങ്ങളൊക്കെ. അതിൽ നിങ്ങൾക്ക് വലിയ ഗുണം 2021 ഉണ്ടാക്കിയ ഒരു പഞ്ചായത്തെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പിരായിരി പഞ്ചായത്താണ്. ആ പിരായിരി പഞ്ചായത്തിൽ ഇത്തവണ പോളിംഗ് ശതമാനം കുറവാണ് എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ടുള്ളത്. അത് വല്ലാതെ കുറഞ്ഞിട്ടുണ്ട് പോളിംഗ് എന്നാണ് 2021 അപേക്ഷിച്ച്. അത് കെ പ്രേംകുമാറിനൊക്കെ അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് അറിയാമായിരിക്കും. എനിക്ക് അത് ഇപ്പോൾ കിട്ടിയൊരു വിവരം അതാണ്. അപ്പോൾ അതനുസരിച്ച് നോക്കുമ്പോൾ മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾക്ക് വേണ്ട വോട്ടുകൾ കിട്ടുന്നില്ല എന്ന് കാണുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത്തവണ ഈ പോളിംഗ് ശതമാനത്തിൻ്റെ കുറവ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് വിജയിക്കാൻ സാധ്യതയില്ല എന്നാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അതാണോ നിങ്ങൾ വൈകുന്നേരമായപ്പോൾ വെണ്ണക്കര ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ചില സംഘർഷത്തിൻ്റെ സാധ്യതകൾ തേടിയത് എന്നൊരു ആരോപണവും കൂടി വന്നിട്ടുണ്ട്? നിങ്ങൾ ഏത് ആരോപണം വെച്ചോ? 68% 2001 ശ്രീ കെ ശങ്കരനാരായണൻ ജയിച്ച സമയത്ത് 68 അതിൻ്റെ താഴെ 62 കാലമുണ്ട്. അത് CPM കോൺഗ്രസും തമ്മിലായിരുന്നു മത്സരം, BJP ഇല്ലായിരുന്നു. 68 പിന്നീട് 72, 71, 77 2016 മാത്രമാണ് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ 75 ഈ ശതമാനം ഒരു കാലത്തും ബാധിച്ചിട്ടില്ല. പിന്നെ മനക്കോട്ട 2 ദിവസം കൂടി ആർക്ക് വേണേ കൂട്ടിക്കോട്ടെ, കണ്ടോട്ടെ. ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പിച്ച് പറയാം, CPM ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ ചെയ്ത ഏറ്റവും മോശകരമായ പ്രവൃത്തിയാണ് നാളെയുടെ കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത്. BJPയോട് കൈകോർത്ത് പിടിച്ച് KPM ഹോട്ടലിൽ വന്ന് ട്രോളി പിടിക്കാൻ പോയതും അതിനുശേഷം സിറാജ് പത്രത്തിലും സുപ്രഭാതം പത്രത്തിലും മാത്രം പരസ്യം കൊടുക്കുക, അത് പൈസ കുറഞ്ഞിട്ടാണ് എന്ന് പറയുക, വർഗീയത വിളമ്പുക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ എത്ര കാലം വെറ്റുപോയിട്ടും നടന്നോ? കാഫർ മുതൽ ഇങ്ങോട്ട് നടന്നോ? ഇനിയെങ്കിലും ഒന്ന് പഠിക്കേണ്ട CPM. ഞങ്ങളുടെ പ്രശ്നം നിങ്ങൾ പോയാൽ, CPM പോയാൽ അവിടെ റീപ്ലേസ് ചെയ്യപ്പെടാൻ പോകുന്നത് BJP ആണ് എന്നുള്ള പ്രയാസം ഞങ്ങൾക്കുള്ളത്. നിങ്ങളുടെ വോട്ടുകൾ ഒലിച്ചു പോകുന്നത് BJP. അപ്പോഴും ഈ വൈകുന്നേരം നിങ്ങൾ പറയേണ്ട കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ട് ജയിക്കാൻ പോകുന്നു, ഈ കണക്കുകൾ എങ്ങനെ നിങ്ങൾക്ക് തുണയാകുന്നു, അതിൽ 2021 അപേക്ഷിച്ചുള്ള കണക്കുകളിലെ ശാസ്ത്രീയമായ വിശദീകരണം എന്താണെന്നാണ്. അത് താങ്കളിപ്പോൾ പോളിംഗ് ശതമാനത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞത് 2001 2006 ഒക്കെ കണക്കുകളാണ്. പക്ഷേ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കൂടി പഠിക്കുന്ന ഒരാളായതുകൂടി ഞാൻ താങ്കളടുത്ത് ഒരു കാര്യം ഞാൻ പറയുകയാണ്. ഈ സെഫോളജിസ്റ്റുകളൊക്കെ പറയുന്നത് തൊട്ട് മുമ്പിലത്തെ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ പോളിംഗ് ശതമാന കുറവുണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ഒരു അട്ടിമറി ഉണ്ടാകാൻ പോകുന്നു എന്നാണ്. അത് അവിടെ ഉണ്ടാകാൻ പോകുന്നു എന്ന് നിരീക്ഷിക്കുന്നവരോട് നിങ്ങളുടെ മറുപടി 2%. ഞാൻ അവിടുത്തെ വീടുകൾ കയറിയ ആളാണ്. 2%. ഈ അവിടെയുള്ള വിദ്യാർത്ഥികൾ ബഹുഭൂരിപക്ഷവും പഠിക്കുന്നത് പുറത്താണ്.
നമ്മുടെ മംഗലാപുരത്തും പൂനെയിലൊന്നും അല്ല, പുറത്ത് UK പഠിക്കുന്നത്. വെക്കേഷൻ കാലത്ത് ഇവിടെയുള്ള പല വിദ്യാർത്ഥികളുമില്ല, അതിനപ്പുറത്തൊന്നുമില്ല. പിന്നെ വോട്ടിംഗ് കണക്ക് പാലക്കാട് നഗരസഭയിൽ കോൺഗ്രസും BJP യും തമ്മിൽ മത്സരമാണ്, നെക്ക് ആൻഡ് നെക്ക്. ഞങ്ങളൊരു പക്ഷേ ഒരു ചെറിയ വോട്ടിന് ഞങ്ങൾ അവിടെ മുന്നിൽ വരും. അവിടെ BJP CPM മൂന്നാം സ്ഥാനത്ത് വളരെ താഴെയായിരിക്കും. പിരായിരി പഞ്ചായത്തിൽ 6 മുതൽ 10 വരെ വോട്ടിന് ഭൂരിപക്ഷം ഞങ്ങൾ കിട്ടും. കണ്ണാടി പഞ്ചായത്തിൽ CPM ഉം കോൺഗ്രസും തമ്മിൽ ഒരു ഏകദേശം നെക്ക് ആൻഡ് നെക്ക്, ഒരു ചെറിയ ഭൂരിപക്ഷത്തിന് അപ്പുറം നോക്കും. മാത്തൂർ പഞ്ചായത്തിൽ ഞങ്ങൾ ലീഡ് ചെയ്യും. അവിടെ ഒക്കെ 3-ാം സ്ഥാനത്ത് BJP ആയിരിക്കും. ഇവിടെ 1-2 സ്ഥാനത്ത്. അല്ല, ഇതിപ്പോ വൈകുന്നേരം DCC പ്രസിഡന്റ് തങ്കപ്പൻ തന്ന കണക്കാണോ, അതോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കണക്കാണോ, അതോ നിങ്ങൾ അവിടെ പോയപ്പോ ഉള്ള അന്നത്തെ കണക്ക് വെച്ച് പറയുകയാണോ? പോളിംഗ് ശതമാനം കണ്ടിട്ട് തന്നെയാണോ ഈ കണക്ക്? എത്രയോ എൻ്റെ ലാലെ എത്രയോ കാലമായി പാലക്കാട്ടെ പൊളിറ്റിക്സിനകത്ത് ഞങ്ങൾക്കറിയാവുന്ന കണക്ക്, ശരി, നേരിട്ടറിയാവുന്ന കണക്ക്. ഞാനീ പറയുന്നത് മംഗലാപുരത്തെ പറ്റിയില്ല, ഈ എല്ലാ പഞ്ചായത്തിലെയും ബൂത്ത് തല യോഗങ്ങളിൽ ജൂൺ മാസം മുതൽ പങ്കെടുത്ത ആൾ എന്ന നിലയ്ക്കുള്ള ആധികാരികമായ കണക്കാണ്. തീർച്ചയായും നിങ്ങൾക്കൊക്കെയുള്ള അറിവുകൾ പ്രേക്ഷകരെ കേൾപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ വരാം, താങ്കളിലേക്ക് വരാം. കണ്ടിട്ടില്ല. ശരി.